എല്ലാവർക്കും നമസ്കാരം. ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇത് എൻ്റെ മൂത്ത പുത്രൻ മട്ടന്നൂർ ശ്രീകാന്ത്. ഇത് രണ്ടാമത്തെ മകൻ മട്ടന്നൂർ ശ്രീരാജ്. ഈ വരുന്ന ഒക്ടോബർ 28, 29 തീയതികൾ കുന്നംകുളത്തിന് സമീപം വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിരവധി വർഷത്തിന് ശേഷം ഒരു കഥകളിക്ക് കൊട്ടാൻ പോവുകയാണ് ഞാൻ. മുൻപ് ഒരുപാട് കളിക്കൊട്ടായിട്ട് നടന്നിരുന്നു പല വേദികളിലും. പിന്നീട് സത്യം പറഞ്ഞാൽ ഈ വേഷക്കാരുടെ തിരനോട്ടത്തിന് പകരമുള്ള തിരിഞ്ഞു നോട്ടം അത് ഉൾക്കൊള്ളാനുള്ള മനഃശക്തി ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് വിട്ടു നിന്നൊരാളാണ് ഞാൻ. പക്ഷേ സുഹൃത്തുക്കളുടെയും പ്രത്യേകിച്ച് വെള്ളാറ്റഞ്ഞൂർ വന്നാൽ സാക്ഷാൽ നമ്പീശൻ മാഷുടെ സ്ഥലം, ആ സ്ഥലം, ആ വേദി കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളം ഞങ്ങളുടെ കൊട്ടിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് കൊണ്ടുനടക്കാം. അംബീഷൻ മാഷിൽ നിന്നും തുടങ്ങി ഇപ്പോഴും മുടങ്ങാതെ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൊട്ടിൻ്റെ പരീക്ഷണങ്ങൾക്കുള്ള സ്ഥലമായിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതും അവർ ഞങ്ങളെ സ്നേഹിക്കുന്നതും. അതുകൊണ്ട് ഈ വർഷം 28-ാം തീയതി കലാമണ്ഡലം കൃഷ്ണകുമാറിൻ്റെ ഒരു പരസ്യനാണ് സീതാസ്വയംവര കഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനും ഉണ്ട്. എനിക്ക് സഹായിയായിട്ട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനുണ്ട്. അതോടൊപ്പം തന്നെ മക്കളുടെ വിഷയം, അവർ കഥകളി രംഗത്ത് പുറപ്പാടും മേളപ്പദവും കൊട്ടി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് അവർ ധാരാളം അരങ്ങുകൾ മേളപ്പദത്തിന് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് പോലും അവർ നടത്തിയ മേളപ്പദം നന്നായി എന്നാണ് ആൾക്കാർ പറഞ്ഞത്. എന്തായാലും ഇത്രയും കാലം വെള്ളാറ്റഞ്ഞൂർ ആ വേദിയിൽ തായമ്പകയാണ് കൊട്ടിയിരുന്നത്. ഈ തവണ ഇതേപോലെ ഒരു പുറപ്പാടിനും മേളപ്പദത്തിനും കൂടി കൊട്ടാൻ ഒരവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്പീശ മാഷയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം 29-ാം തീയതി ഞങ്ങൾ ഒരുമിച്ചുള്ള പതിവ് പോലുള്ള തൃത്തായമ്പകയുണ്ട്. അപ്പോൾ കഥകളി വേദിയിലും കൂടി അവർക്ക് വരണം എന്നൊരു മോഹം, അവരെ കൊണ്ടുവരണം എന്ന് ആ നാട്ടുകാർക്കും ഇതിൻ്റെ സംഘാടകർക്കുമുള്ള താല്പര്യം എല്ലാം കൂടി ഞങ്ങൾ 3 പേരും സംഘാടകങ്ങളും 28, 29 തീയതികളിൽ വെള്ളാറ്റഞ്ഞൂർ നമ്മുടെ സ്റ്റേജിൽ സാക്ഷാൽ എസ്.എൻ. നമ്പീശൻ മാഷ് കൊണ്ടു നിർത്തിയ വേദിയിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടായ വിജയം അതിൽ കൂടി കൈവരിക്കാം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി 28-ന് നമുക്ക് കാണാം.